പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 25 ബുധനാഴ്ച. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ബുധനാഴ്ച ജീവജലം ശ്രവിക്കുന്ന ഏവർക്കും സന്തോഷത്തിൻ്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം. ഹഗ്ഗായി ചാപ്റ്റർ 2 വേഴ്സ് 5 നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനം ഓർക്കുക. എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ധന്യമായ പ്രവചന ശുശ്രൂഷ നിർവഹിച്ച ഒരു ഭക്തനായ പ്രവാചകനാണ് ഹഗ്ഗായി. പ്രത്യേക പ്രവാസ ശേഷം ഘട്ടം ഘട്ടമായി ആളുകൾ യെരുശലേമിലേക്ക് ബാബയിൽ നിന്നും മടങ്ങിയെത്തുന്നു. അവരുടെ ഇടയിൽ അന്ന് നിലനിന്ന ചില കാര്യങ്ങൾ ശക്തമായി അവരെ ഓർമ്മപ്പെടുത്തുകയും ഒരു യഥാർത്ഥ മടങ്ങി വരവിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്യുകയാണ് ഹഗ്ഗായി പ്രവാചകനിലൂടെ ദൈവം ചെയ്തെടുക്കുന്നത്. അതെ, ബാബേൽ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്നവർ അവരുടെ ദൈവാലയ പുനരുദ്ധാരണത്തിനും ആത്മീയ കാര്യങ്ങൾക്കും മുൻതൂക്കം കൊടുക്കാതെ സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ട് പ്രവാചകൻ ചോദിക്കുന്നു, എന്റെ ആലയം ഇങ്ങനെ തകർന്നടിഞ്ഞ് കിടക്കുമ്പോൾ തട്ടിട്ട വീടുകളിൽ പാർക്കുവാൻ കാലമായോ? ഇതിങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തട്ടിട്ട വീടുകൾ പണിയുകയാണ്. വളരെ ശക്തമായ താക്കീത്. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പാകെ ഞാൻ ആകാശത്തെ അടയ്ക്കും, നന്മകൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഈ വിധ ഉപദേശങ്ങളും താക്കീതുകളും കൊടുക്കുന്നു. അതെ, ഗവർണറായിരിക്കുന്ന സെരുബാബേൽ, മഹാപുരോഹിതനായിരിക്കുന്ന യോശുവ, ഇവർ ഈ ദൈവിക ആലോചന ഏറ്റെടുക്കുന്നു. അവർ ജനത്തെ ഉണർത്തി തങ്ങളാൽ ആവുന്നത് ദൈവാലയത്തിന് വേണ്ടി ചെയ്യുവാൻ തുനിയുകയാണ്. 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ നമുക്കത് കാണാം. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചോദിക്കുന്നു, ഇതാ നിങ്ങൾ ആദ്യ ദൈവാലയത്തിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു കണ്ടിട്ടുണ്ടോ? ആ മഹത്വത്തിലേക്ക് ദൈവം മടക്കിയെത്തിക്കും. അതിലും ഉപരിയായി നിങ്ങളെ നടത്തും. നിങ്ങൾ ധൈര്യത്തോടെ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക. അങ്ങനെ വന്നിട്ട് പ്രവാചകനിൽ കൂടെ ദൈവം പറയുന്നു, മിസ്രൈമിൽ നിന്നും അടിമത്വത്തിൽ നിന്നും നിങ്ങളുടെ പിതാക്കന്മാരെ വിടുവിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ നിയമം നിങ്ങൾ ഓർക്കണം. അതെ, നിങ്ങൾക്ക് ശാശ്വത അവകാശമായി ദേശം തരും, ആരാധിക്കുവാൻ ആലയം തരും, നിങ്ങളെ ഞാൻ പരിപാലിക്കും. അതെ, ആ വാഗ്ദത്തം ചെയ്ത നിയമം നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ ഇടയിൽ അന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത എന്റെ ആത്മാവ് വസിക്കുന്നു. നിങ്ങൾ അതുകൊണ്ട് ഭയപ്പെടേണ്ട. ചെയ്യേണ്ടത് നിങ്ങൾ മുൻപോട്ട് ഈ ആലയത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കുക. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ആലയങ്ങൾ ഇടിഞ്ഞു കിടക്കുകയാണോ? ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നിന്റെ ഏത് ക്രൈസ്തവ ആരാധനാലയങ്ങളുമായിക്കൊള്ളട്ടെ, ഏത് വിശ്വാസ സമൂഹത്തിനേതുമായിക്കൊള്ളട്ടെ,
കോടികൾ മുടക്കിയ രമ്യ ഹർമ്മങ്ങളെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത്. കോടികൾ പിരിച്ചെടുത്ത് പണിതുയർത്തിയ രമ്യ ഹർമ്മങ്ങളിൽ AC മറ്റുള്ള ആധുനിക സജ്ജീകരണങ്ങളുള്ള ഇന്നിന്റെ ആലയങ്ങളിൽ ആരാധിക്കുവാനെന്ന ആളില്ല. യഥാർത്ഥ ആരാധനയ്ക്ക് പകരം സമ്പത്ത് വർദ്ധിച്ചത് കൊണ്ടുള്ള പ്രശ്നങ്ങളും വഴക്കുകളും അടികടികളും പക്ഷാഭേദങ്ങളും മാത്രമാണ് ഇന്ന് നിലകൊള്ളുന്നത്. ആരാധന ആലയത്തെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ആത്മീയ ആരാധനകൾ ഇടിഞ്ഞ് തകർന്നു കിടക്കുകയാണോ? കുടുംബ ആരാധനകൾ നിന്നുപോയിരിക്കുകയാണോ? കുടുംബ പ്രാർത്ഥനകൾ നിലച്ചുപോയോ? വ്യക്തിപരമായ ദൈവിക ബന്ധം എങ്ങനെയിരിക്കുന്നു? നിങ്ങൾ നിങ്ങളുടെ വേദപുസ്തകം വായിച്ചിട്ട് എത്ര ദിവസങ്ങളായി? നിങ്ങൾ സ്വന്തമായി ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ട് എത്ര ദിവസങ്ങളായി? ആരാധന കൂടിയിട്ട് എത്ര നാളുകളായി? അതെ, നമ്മുടെ ആരാധന ദൈവിക ബന്ധം ഇടിഞ്ഞു കിടക്കുന്നു, പൊളിഞ്ഞു കിടക്കുന്നു, തീ വെച്ച് ചുട്ട് നശിച്ചു കിടക്കുന്നു. അവയെക്കുറിച്ച് നമുക്ക് യാതൊരു കൺസേണുമില്ല. പുതുക്കിപ്പണിയുവാൻ, പുനരാരംഭിക്കുവാൻ, കേടുപോക്കുവാൻ, നിന്നിടത്തു നിന്നും അതിനൊരു പുതുജീവൻ കൊടുക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് താല്പര്യമില്ല. പകരം വലിയ കാര്യങ്ങൾ നേടി ലോകത്തിന്റെ പേരും പ്രശസ്തിയും പ്രീതിയും പിടിച്ചു പറ്റുവാനുള്ള ഓട്ടത്തിലാണ്. ഈ പ്രഭാതത്തിൽ ദൈവം ചോദിക്കുകയാ, മകനെ, മകളെ, ഞാൻ നിന്നിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ ആരാധന ആലയത്തിൽ പുറത്താണ്. നിന്റെ ആത്മീയത ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു. ഇത് നിനക്ക് നന്നാക്കുവാൻ, പുനരാരംഭിക്കുവാൻ സമയമില്ല, താല്പര്യമില്ല, അതിന് ശ്രദ്ധയില്ല. എന്നിട്ടും നീ തട്ടിട്ട വീടുകളിൽ പാർക്കുവാൻ ഓടുകയാണ്. അതെ, കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ കൂലിയിടുന്ന പോലെ മാത്രമേ ഉള്ളൂ നിന്റെ ഈ അധ്വാനങ്ങൾ, നിന്റെ ഈ കഷ്ടപ്പാടുകൾ. അതുകൊണ്ട് നിന്റെ മുൻഗണന എന്തിനാണ്? ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, നമ്മുടെ ജീവിതത്തിൽ മുൻഗണന എന്തിനാ? പ്രാർത്ഥനയ്ക്കാണോ? ദൈവവചനത്തിനാണോ? കർത്താവിനാണോ? ആരാധനയ്ക്കാണോ? അതോ നമ്മുടെ മക്കൾ, നമ്മുടെ ജോലി, നമ്മുടെ സ്വത്ത്, നമ്മുടെ പ്രോപ്പർട്ടി, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ പേര്, നമ്മുടെ പ്രശസ്തി, ഏതിനാണ് നമ്മുടെ പ്രാധാന്യം? അതെ, സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നിങ്ങൾ മടങ്ങി വരണം. അങ്ങനെ മടങ്ങി വരാൻ തയ്യാറായവരോടാണ് പറയുന്നത്. നിങ്ങൾ വിഷമിക്കണ്ട, ഭയപ്പെടണ്ട. നിങ്ങളോട് വാഗ്ദത്തം ചെയ്ത അതേ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, എവിടെയെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നുണ്ടോ? കൂട്ടിയിണക്കുവാൻ പറ്റാതെ വണ്ണം തകർന്നു കിടക്കുന്നുണ്ടോ? നിങ്ങൾ മടങ്ങി വരുവാൻ തയ്യാറെങ്കിൽ, കുറവുകൾ ഏറ്റുപറയുവാൻ തയ്യാറെങ്കിൽ, സെരുബാബേലും യോശുവയും തങ്ങൾക്കെതിരെ പ്രവചനം പറഞ്ഞ ഹഗ്ഗായിയെ തുറുങ്കിൽ അടയ്ക്കുകയല്ല ചെയ്തത്. ആ വചനം ഏറ്റെടുത്തു. ഗവർണറും മഹാപുരോഹിതനും ആത്മീയ നേതാവും രാഷ്ട്രീയ നേതാവും തങ്ങൾക്കെതിരെ ശബ്ദിച്ച ദൈവദാസനെ കുറ്റം പറഞ്ഞ് ഒതുക്കുകയല്ല, ഏറ്റെടുത്ത് ജനത്തെ ഉണർത്തി, തെറ്റ് മനസ്സിലാക്കി ഒരു പുതിയ കാൽവെപ്പിന് തയ്യാറായപ്പോൾ തമ്പുരാൻ അതേ പ്രവാചകനിൽ കൂടെ പറയുന്നു, നിങ്ങളോട് ഞാൻ പറഞ്ഞ വാഗ്ദത്തം ഓർക്കുക, എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിലുണ്ട്, നിങ്ങൾ ഭയപ്പെടണ്ട. ഇന്ന് പകൽ ഈ ഒരിമ്പ ശബ്ദം എന്നെ കേൾക്കുന്നവർ
ദൈവത്തിൽ നിന്നും കേട്ടിരിക്കണം. നിങ്ങൾ സ്വയം അവരവരിലേക്ക് നോക്കുക. എവിടെയാണ് ഇടിഞ്ഞു കിടക്കുന്നത്? എവിടെയാണ് പ്രാർത്ഥന നിന്നു പോയത്? കുടുംബ പ്രാർത്ഥന എന്നാണ് അവസാനിച്ചത്? ഈ സെപ്റ്റംബറിൽ എത്ര കുടുംബ പ്രാർത്ഥനകൾ നിങ്ങളുടെ ഭവനത്തിൽ നടന്നു? എത്ര ആരാധനയിൽ പങ്കുചേർന്നു? എത്ര വിശുദ്ധ മേശയിൽ നിങ്ങൾ പങ്കുകാരായി? നിങ്ങളുടെ സമയങ്ങൾ എന്തിനൊക്കെ വേർതിരിച്ചു? ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് പല സമയങ്ങളിലായി 3 മണിക്കൂറിലധികം സോഷ്യൽ മീഡിയകളിലായി ചെലവഴിക്കുമ്പോൾ ഈ സെപ്റ്റംബർ മാസം എത്ര അധ്യായം വചനത്തിൽ നിന്ന് നിങ്ങൾ വായിച്ചു? ഒരു ചെറിയ ലേഖനമെങ്കിലും വായിച്ചു തീർക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? നിങ്ങളുടെ പ്രയോറിറ്റി എവിടെയാണ്? എന്തിലാണ്? മടങ്ങി വരുവാൻ തയ്യാറായാൽ തമ്പുരാൻ പറയുന്നു, ഭയപ്പെടേണ്ട, എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ സങ്കടപ്പെട്ട് മനം നൊന്ത് എന്നെ കേൾക്കുന്നവരുണ്ടോ? നിങ്ങളുടെ രോഗമാണോ നിങ്ങളെ വേദനിപ്പിക്കുന്നത്? പല വൈദ്യന്മാരുടെ അടുത്ത് പോയിട്ടും രോഗത്തിന്റെ കാരണം മനസ്സിലാക്കാതെ, കൃത്യമായ ചികിത്സ കിട്ടാതെ, വളരെ ക്ഷീണിക്ക, വളരെ പ്രയാസപ്പെട്ട, വളരെ വേദനയോടെ ആയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവോ? നിങ്ങളുടെ മേൽ കർത്താവ് ഇടപെടട്ടെ. രോഗിക്ക് നല്ല വൈദ്യനായ സ്വർഗത്തിലെ വലിയ വൈദ്യൻ നിങ്ങളെ സ്പർശിക്കട്ടെ. കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നോ? അവരുടെ ജോലി, അവരുടെ നിലനിൽപ്പ്, അവരുടെ വിസ, അവരുടെ വിവാഹം, സമാധാനപരമായ കുടുംബജീവിതം, ഇവയൊക്കെയാണോ നിങ്ങളെ അലട്ടുന്നത്? സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ മടങ്ങി വരിക. ഇടിഞ്ഞു കിടക്കുന്ന ചില ആത്മീയ മണ്ഡലങ്ങൾ നിങ്ങൾ പുതുക്കിപ്പണിയുക. തമ്പുരാൻ ഈ രാവിലെ പറയുക, മകനെ, മകളെ, എന്റെ ആത്മാവ് നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ മുൻപോട്ട് പോവുക. അതെ, സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് ഓരോരുത്തരോടും കൂടെയിരിക്കട്ടെ. ദൈവകൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഭാരങ്ങൾ, വേദനകൾ, വിഷമതകൾ തമ്പുരാൻ ഏറ്റെടുക്കട്ടെ. ചില നിയമപ്രശ്നങ്ങൾ നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടോ? ബാങ്കിന്റെ ജപ്തി നോട്ടീസുകൾ നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കടബാധ്യതകൾ, മാനസിക സംഘർഷങ്ങൾ, ഇവയൊക്കെ നിങ്ങളുടെ സ്വസ്ഥത കെടുത്തിക്കളയുന്നുവോ? ഇന്ന് തമ്പുരാൻ പറയുന്നു, നിങ്ങൾ മുൻസ്ഥാനം ദൈവത്തിന് കൊടുക്കുക, ആരാധന പുനഃക്രമീകരിക്കുക. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട. ഈ വചനം ഇന്ന് നമുക്കൊരു വലിയ മാർഗദർശിയാവട്ടെ. ഒരു പുതുക്കത്തിനും മടങ്ങിവരവിനും അതോടൊപ്പം ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കും നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നവനും പരിപാലിക്കുന്നവനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം, മുൻഗണന എന്തിനാണ്, ഏതിനാണ് എന്ന് തിരിച്ചറിയുവാൻ ഹഗ്ഗായി പ്രവാചകനിൽ കൂടെയുള്ള സന്ദേശം ഇന്ന് ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. ഞങ്ങളുടെ ആലയങ്ങൾ തകർന്നു കിടക്കുമ്പോൾ, കൂട്ടായ്മകൾ നിന്നിരിക്കുമ്പോൾ, കുടുംബ പ്രാർത്ഥനകൾ, വ്യക്തിപരമായ പ്രാർത്ഥനകൾ, വചന കേൾവികൾ, വചനവായനകൾ ഒക്കെ നിന്നിരിക്കുമ്പോൾ ഞങ്ങൾ തകർന്നു പോകും, ഞങ്ങൾ ഇടിഞ്ഞു വീഴും, നീക്കുപോക്കില്ലാതെ നശിച്ചു പോകും. എന്നാൽ ഈ വചനം കേട്ട് മടങ്ങി വരുവാൻ തയ്യാറായാൽ ഞങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തത്തെ ഓർക്കുന്ന ഒരു ദൈവം, അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് കൂടെ സദാ ഇരിക്കുമെന്ന്
വാഗ്ദത്തം ചെയ്ത ദൈവം ഞങ്ങളെ എത്തേണ്ടിടത്ത് എത്തിക്കുമെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. മാത്രമല്ല, പലവിധ വിഷയങ്ങളാൽ, ഭാരങ്ങളാൽ, സങ്കടങ്ങളാൽ വിഷമിച്ച് ഭയപ്പെട്ട് വേദനയോടെ ഇരിക്കുന്ന ഞങ്ങളോട് അവിടുന്ന് പറയുന്നു, ഭയപ്പെടേണ്ട. അതെ, ആ വലിയ ഇമ്പശബ്ദം കേട്ടുകൊണ്ട് ഇന്നിതാ ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാ. ഈ ദൈവജനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളെ അനുഗ്രഹിക്കണം, സ്വർഗീയ കൃപയാൽ നിറയ്ക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും ദിനമായി സന്തോഷത്തോടെ ഞങ്ങളെ വഴി നടത്തണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ഹഗ്ഗായി പ്രവാചകനിൽ കൂടെ മടങ്ങി വന്ന ഇസ്രായേൽ ജനതയോട് ദൂത് പറഞ്ഞെങ്കിൽ ആ ദൂത് ഇന്ന് എന്നോടും നിങ്ങളോടും സംസാരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ മുൻഗണന ഏതിനാണ്, എന്തിനാണ്? എവിടെയാണ് നമ്മുടെ കൂട്ടായ്മ, ആരാധന, ആത്മീയത, കുടുംബ പ്രാർത്ഥന, വ്യക്തിപരമായ ദൈവിക ബന്ധം നിന്നുപോയത്? സ്വയം ശോധന ചെയ്യാം, കുറവുകളെ നികത്തി പുനരാരംഭിക്കാം. തമ്പുരാൻ പറയുന്നു, എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിലുണ്ട്, അതുകൊണ്ട് ഭയപ്പെടേണ്ട, മുൻപോട്ട് പോകുക, നിങ്ങളെ കൊണ്ട് കഴിയാത്തത് ഒന്നുമില്ല. അതെ, ഈ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമാവട്ടെ. സർവശക്തനായ ദൈവം നമ്മ എല്ലാവരെയും അനുഗ്രഹിച്ച് തന്റെ വലങ്കരം പിടിച്ച് നമ്മെ നടത്തുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.